ഹജ്ജ് കർമ്മങ്ങൾ നാളെ തുടങ്ങും. തീർത്ഥാടകരെ സ്വീകരിക്കാൻ മിന ഒരുങ്ങിക്കഴിഞ്ഞു. തീർത്ഥാടകർ ഇന്ന് രാത്രിയോടെ മിനായിലെത്തി തുടങ്ങും. നാളെ ആരംഭിക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾക്കായി തമ്പുകളുടെ നഗരമായ മീന ഒരുങ്ങിക്കഴിഞ്ഞു. തീർത്ഥാടക ലക്ഷങ്ങൾ ഇന്ന് രാത്രി മുതൽ മീനായിലേക്ക് ഒഴുകുകയാണ്. മീനായിലെ തമ്പുകളിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഗ്രൂപ്പിൻ്റെ സാരഥി അബ്ദുൽ അസീസ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ ഒരു ഇപ്രാവശ്യത്തെ സൗകര്യങ്ങളെന്ന് പറഞ്ഞത്? ഇപ്രാവശ്യത്തെ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ജിപ്സം ബോർഡാണ്. ജിപ്സം ബോർഡ് കൊണ്ട് മറച്ചുകൊണ്ട് തന്നെ തണുപ്പ് പരമാവധി നിലനിൽക്കും. അതുപോലെ തന്നെ സ്പ്ലിറ്റ് AC ഓരോ ടെൻറ്റിലും 2 വീതം സ്പ്ലിറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലഗേജ് വെക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നിർത്തിയിട്ടാൽ ഇത് കിടക്കാനും അതോടൊപ്പം ഇതിൽ പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഏതായാലും വളരെ നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ആ ഹജ്ജിനെ അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ തയ്യാറെടുപ്പിലാണ് ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ മിനിയിൽ എത്തിച്ചേർന്നതാണ്. ഏതാണ്ട് 16 ലക്ഷത്തോളം വിദേശ തീർത്ഥാടകർ സൗദിയിൽ എത്തിക്കഴിഞ്ഞു. അതിനു പുറമെ ആഭ്യന്തര തീർത്ഥാടകരും ഉൾപ്പെടെ ഏതാണ്ട് 18-19 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഇന്ന് രാത്രിയോടെ തന്നെ അസീസിയയിൽ നിന്നും മക്കയിൽ നിന്നും മീനായിലേക്ക് നീങ്ങി തുടങ്ങും. നാളെ മീനായിൽ താമസിക്കുക എന്നതാണ് ഹജ്ജിൻ്റെ ആദ്യത്തെ കർമ്മം. അതിനുശേഷം മറ്റന്നാൾ രാവിലെ തീർത്ഥാടകർ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി പുറപ്പെടുകയും ചെയ്യും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.